എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 105, 106 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് രുക്മിണി ദേവി ഭഗവതിയെ, കാത്യായനി ദേവിയെ ഭജിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. കയ്യും കാലും മുഖമൊക്കെ കഴുകി കുൽക്കുഴിഞ്ഞ് ശുദ്ധിയോടുകൂടി അകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് പറയണത്. അടുത്ത ശ്ലോകത്തിൽ ഒക്കെ പ്രാർത്ഥനകളാണ്. നമുക്ക് ആദ്യം 105ാമത്തെ ശ്ലോകം നോക്കാം. സമാഹിതാന്തഃകരണാസപര്യാം നിർവർത്യ തസ്യാ നിഖിലേശ്വരായ വ്രതം ച കൃത്വാ നിഖിലം തദഗ്രേ താം പ്രേമ പാരിപ്ലവധീർയയാചേ. ആദ്യം പദച്ഛേദം നോക്കാം. സമാഹിതാന്തഃകരണ സപര്യാം നിർവർത്യ തസ്യാഹ നിഖിലേശ്വരായാഹ വ്രതം ച കൃത്വാ നിഖിലം തദഗ്രേ താം പ്രേമപാരിപ്ലവധീഹി യയാചേ. ഭഗവതിയുടെ മുമ്പിൽ യാചിച്ചു എന്നാണ് കവി പറയണത്. അന്വയത്തിലേക്ക് കിടക്കാം. സമാഹിത അന്തഃകരണ, സമാഹിതമായ അന്തഃകരണത്തോടു കൂടിയവൾ. രുക്മിണിയുടെ വിശേഷണമാണത്. സമാഹിതം എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ വേപഥു പൂണ്ടിരിക്കുകയാണ്. തന്നെ ശ്രീകൃഷ്ണൻ വിവാഹം കഴിക്കില്ലേ, അതോ ശിശുപാലൻ വന്ന് കൊണ്ടുപോവോ എന്നൊക്കെയുള്ള പേടികൾ. ആ പേടികളൊക്കെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വച്ചിട്ട് അതിനെയൊക്കെ ഒതുക്കിയിട്ട് സമാധിയെ പ്രാപിച്ചിട്ട് എന്നൊക്കെ പറയാം. അതായത് അമ്പലത്തിലെത്തുമ്പോൾ, ആരാധ്യദേവതയുടെ മുമ്പിലെത്തുമ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഭഗവത് ആരാധന മാത്രം നടത്താം എന്ന് തീരുമാനിക്കുകയാണ്. അതിനെയാണ് ഇവിടെ പറയണത് സമാഹിത അന്തഃകരണ. അന്തഃകരണങ്ങളെ മുഴുവനും സമാധാനമാക്കിയിട്ട് അവരെയൊക്കെ തൽക്കാലം ആശ്വസിപ്പിച്ചിട്ട് തസ്യാഹ നിഖിലേശ്വരായാഹ, പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സംരക്ഷകയായിരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഈശ്വരി. ഇവിടെ ഈശ്വര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പാഠങ്ങളും ഉണ്ട്. 2 പാഠങ്ങളെന്ന് വെച്ചാൽ ഈശ്വര എന്ന രീതിയിലും ഈശ്വരി എന്നുള്ള രീതിയിലും സ്ത്രീലിംഗത്തിൽ പറയാമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ നിഖിലമായ, അതായത് അഖിലം ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അധിനാഥയായിരിക്കുന്ന ആ ദേവിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് സപര്യാം നിർവർത്തിയ, എല്ലാ തരത്തിലുള്ള പൂജകൾ അവിടെ വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് അവരവർ ചെയ്യേണ്ടതായിട്ടുള്ള സകല പൂജകളും ചെയ്തു തീർത്തിട്ട് ഭഗവതിക്ക് അർപ്പിക്കാനുള്ളതൊക്കെ അർപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാനായിട്ട് പുറപ്പെടുന്നത്. അതാണ് തദഗ്രേ. അതിനുശേഷം ദേവിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിഖിലം വ്രതം ച കൃത്വ, എല്ലാ വ്രതങ്ങളും ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രദക്ഷിണം വയ്ക്കുക, ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് നിന്ന് നമസ്കരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ തരത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വ്യാപാരങ്ങളും എല്ലാ നിയമങ്ങളും വ്രതങ്ങളും ചെയ്തു തീർത്തിട്ട്, അതാണ് തദഗ്രേ നിഖിലം വ്രതം ച കൃത്വ, എല്ലാ വ്രതങ്ങളും ചെയ്തു തീർത്തിട്ട് പിന്നീട് എന്താ ചെയ്തത്? പ്രേമ പാരിപ്ലവധീഹി താം യയാചേ. പ്രേമം കൊണ്ട്, പാരിപ്ലവം എന്ന് പറഞ്ഞാൽ പ്രേമം വന്ന് മൂടി നിൽക്കുന്നതായ ബുദ്ധി. പ്രേമം മാത്രമേ ഉള്ളൂ, ഭഗവാനോടുള്ള അസഹ്യമായിട്ടുള്ള പ്രണയം, അത് വന്ന് മൂടി നിൽക്കുന്നതായ, അത് വന്ന് മുങ്ങി നിൽക്കുന്നതായ ആ ബുദ്ധിയോട് കൂടിയിട്ട്, അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ട്, അതായത് അചഞ്ചലമായ ഭക്തിയോട് കൂടിയിട്ട് എന്നർത്ഥം. ഭഗവാനോടുള്ള ഭക്തിയോട് കൂടിയിട്ട് താം ദേവിയോട് ഇപ്രകാരം യയാചേ യാചിച്ചു. വൈകാതെ തന്നെ തൻ്റെ വിവാഹം ആവാറായി. ആ സമയത്ത് ഇനി വളരെ കുറച്ച് നേരമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്ന് രക്ഷിക്കണേ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അങ്ങനെ മനസ്സുരുകി ഭഗവതിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സമാഹിത അന്തഃകരണ എന്നൊക്കെ പറഞ്ഞത് ഭക്തി, ഭഗവാനോടുള്ള ഭക്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് നിയന്ത്രണം കിട്ടും, ബുദ്ധിക്ക് നിയന്ത്രണം കിട്ടും. അപ്പോൾ ആ ഒരു നിയന്ത്രണത്തോടു കൂടി നിന്നുകൊണ്ടാണ് ഭഗവതിയോട് പ്രാർത്ഥിച്ചത്. എന്താണ് പ്രാർത്ഥിച്ചത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 106ാമത്തെ ശ്ലോകം നോക്കൂ. യദി ത്വദന്തഃകരണം ദയാർദ്രം ഗൃഹാതു പാണിം യദുപുംഗവോ മേ നോ ചേദഭവ്യാമധുനൈവ മാതരശ്നാതു തേ വാഹനകേസരീമാം. നല്ല ഭംഗിയുള്ളൊരു ശ്ലോകം. ഇതുവരെ പല സന്ദർഭങ്ങളിലും നമുക്ക് അത്ര രുചിക്കത്തക്ക ശ്ലോകങ്ങളൊന്നും അല്ലായിരുന്നു.
എങ്കിലും അതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ആ രാത്രിയിലെ മദ്യപാനമൊക്കെ വന്ന ഭാഗത്ത് നമുക്ക് കുറച്ചൊരു അസഹ്യത, ഇത്രയൊക്കെ വേണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. എങ്കിലും വെളിച്ചാവാൻ കാലമായിട്ട് രുക്മിണിയുടെ വിവാഹം ആരംഭിക്കാറായി എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ശ്ലോകങ്ങളൊക്കെ ഒന്നാം തരം ശ്ലോകങ്ങൾ എന്ന് തന്നെ പറയണം. ഇവിടെ രുക്മിണി എന്താണ് ഭഗവതിയോട് പ്രാർത്ഥിച്ചതെന്ന് പറയാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. യതി ത്വദന്തഃകരണം ദയാർദ്രം ഗൃഹാതു പാണിം യദുപുംഗവ മേ ന ചേത് അഭവ്യാം അധുനാ ഏവ മാതഃ അശ്നാതു തേ വാഹനകേസരി മാം. ഇവിടെ സംസ്കൃതത്തിൽ മാതർ അശനാദു എന്നാണ് എഴുതിയിരിക്കുന്നത്. അശനാദു അല്ല, അശ്നാദു എന്ന് തന്നെയാണ് പറയണത്. അതിൻ്റെ അർത്ഥം പറയാം. ഭഗവതിയോട് പറയാണ്, ഹേ മാത, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ. ജഗദംബികയാണല്ലോ, ലോകത്തിൻ്റെ മുഴുവനും അമ്മയാണ് ശ്രീപാർവതി ദേവി. അപ്പോൾ ശ്രീപാർവതി ദേവിയോട് പറയാണ്, അംബികേ, യതി ത്വദന്തഃകരണം ദയാർദ്രം, അമ്മയുടെ ഉള്ളിൽ എന്നോട് ലേശമെങ്കിലും ദയ ഉണ്ടെങ്കിൽ, എന്നെ അങ്ങ് കരുതുന്നുണ്ട് എങ്കിൽ, എന്നോട് കുറച്ച് ദയവ് തോന്നുന്നുണ്ട് എങ്കിൽ, ത്വത് അന്തഃകരണം, അങ്ങയുടെ അന്തഃകരണം, മനസ്സ് എന്നോട് ദയയോട് കൂടിയിട്ട്, ദയ ഉണ്ടാകുമ്പോഴാണല്ലോ അവിടെ ഒരു ആർദ്രതയും നനവൊക്കെ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ളൊരു ഭാവമാണ് എന്നോട് അങ്ങേക്കുള്ളത് എങ്കിൽ അമ്മേ എന്ത് ചെയ്യണം? മേപാണിം, എൻ്റെ കയ്യ് എന്ത് ചെയ്യണം? യദുപുംഗവോ ഗൃഹാതു, യദുശ്രേഷ്ഠനായിട്ടുള്ള ശ്രീകൃഷ്ണൻ എൻ്റെ കൈ പിടിക്കട്ടെ, അതായത് പാണിഗ്രഹണം നടത്തട്ടെ. പുംഗവപദം കാള എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും ശ്രേഷ്ഠവാചിയായിട്ട് വരും. അതാണ് യദുപുംഗവൻ, മുനിപുംഗവൻ എന്നൊക്കെ പറയും. പുംഗവ ശബ്ദം ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിൽ, കുറേ പേരിൽ ഇടയിൽ ഉത്തമനായിട്ടുള്ള ആളെ കാണിക്കാനാണ് പുംഗവ ശബ്ദം ചേർക്കാറുള്ളത്. അതാണ് യദുപുംഗവൻ. യാദവന്മാരിൽ വെച്ച ഏറ്റവും മിടുക്കനായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ എൻ്റെ പാണിഗ്രഹണം നടത്തട്ടെ, എൻ്റെ കൈ പിടിക്കട്ടെ. മേ പാണിം യദുപുംഗവോ ഗൃഹാതു, അത് അമ്മയ്ക്ക് എന്നോട് ദയവുണ്ട് എങ്കിൽ. ഇനി അങ്ങനെയല്ല, എന്നോട് ദയയില്ല എങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന് വന്നില്ലേ, അതാണ് പറയണത്. നോ ചേത്, അങ്ങനെയല്ല എങ്കിൽ, അധുനൈവ, അധുനായേവ, ഇപ്പോൾ തന്നെ, അഭവ്യാം മാം, അമംഗളകാരിണിയായിട്ടുള്ള എന്നെ, അതായത് ഭഗവതിക്ക് എന്നോട് യാതൊരു കരുണയും ഇല്ല എങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ്, ഞാൻ വളരെ ദുഷ്ടയാണ് എന്നാണ് അർത്ഥം. എന്നെ ഇനി ഈ ലോകത്തിൽ വെച്ച് പൊറപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് രുക്മിണി പറയണത്. അഭവ്യ, ഭവ്യ എന്ന് വെച്ചാൽ മംഗളം, അഭവ്യ എന്ന് വെച്ചാൽ അമംഗളം. അതായത് ഏറ്റവും ദുഷ്ടയായിട്ടുള്ള, ചീത്തയായിട്ടുള്ള എന്നെ, മാം വാഹനകേസരി അശ്നാദു, ആര് തിന്നട്ടെ? വാഹനകേസരി, അമ്മയുടെ വാഹനമായിട്ടുള്ള സിംഹം ഉണ്ടല്ലോ, അതെന്നെ എന്നെ വന്ന് പിടിച്ച് തിന്നോട്ടെ. അതാണ് വാഹനകേസരി അശ്നാദു എന്ന് പറയണത്. അതായത് ഇവിടെ എന്നെ ഇനി ജീവിച്ചിരിക്കാൻ കൊള്ളില്ല, അത്രയ്ക്ക് പൊട്ടയാണ് ഞാൻ എങ്കിൽ എന്നെ ദേവിയുടെ സിംഹം തന്നെ വന്ന് പിടിച്ച് തിന്നോട്ടെ, എന്നെ ഇപ്പം തന്നെ കൊല്ലണം, അതിനി ഒരു നിമിഷ നേരം പോലും ബാക്കി വെക്കേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാണ് രുക്മിണി അങ്ങനെ പറയണതെന്ന് വെച്ചാൽ, അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ വലിയ താമസമില്ലാതെ വിവാഹം നടക്കും. അതിന് യദുപുംഗവൻ ശ്രീകൃഷ്ണൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിശുപാലൻ തന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതിനൊക്കെ എന്താ അർത്ഥം? ഞാൻ ശിശുപാലൻ തന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ താൻ മരിച്ചു പോകുമെന്നൊക്കെ സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭഗവതിയോട് അതന്നെയാണ് പറയണത്. എന്നെ അമ്മ അങ്ങ് എന്നെ എടുത്തോളൂ, ഈ സിംഹം വന്ന് എന്നെ തിന്നോട്ടെ, എനിക്കിനി ജീവിക്കണ്ട, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ വന്ന് വിവാഹം കഴിക്കണം എന്ന് ഒരു വാശി പോലെ ഭഗവതിയോട് രുക്മിണി അവിടെ നിന്ന് പറയുകയാണ്. അതൊക്കെ പതുക്കെ അവർക്ക് ഉള്ളിലാവും പറയണത്. മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ട്, കൂട്ടുകാരുണ്ട്, അതുപോലെ തന്നെ വൃദ്ധകളായിട്ടുള്ള സുമംഗലികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, അംഗരക്ഷകർ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും നടുക്കിൽ നിന്നിട്ടാണ് രാജകുമാരിയായിട്ടുള്ള രുക്മിണി പ്രാർത്ഥിക്കുന്നത്. ഉള്ളാലെ മനസ്സ് അലിഞ്ഞു പോണതുപോലെ വളരെ കഠിനമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സമാഹിതാന്തഃകരണാ സപര്യാം നിർവർത്തിയ തസ്യാ നിഖിലേശ്വരായ വ്രതഞ്ച കൃത്വാ നിഖിലം തദഗ്രേ താം പ്രേമ പാരിപ്ലവധീർയയാചേ യദി ത്വദന്തഃകരണം ദയാർദ്രം ഗൃഹാതു പാണിം യദുപുംഗവോ മേ നോ ചേദഭവ്യാമധുനൈവ മാതരശ്നാതു തേ വാഹനകേസരീമാം. അങ്ങനെ എൻ്റെ ജീവിതം ഇപ്പം തന്നെ തീർന്നോട്ടെ, എനിക്കൊരു നിമിഷം പോലും ജീവിക്കണ്ട എന്ന്
ഭഗവതിയോട് താണുകയാണ് അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവി പുറത്തേക്ക് ഇറങ്ങുകയാണ്, രുക്മിണി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ വരാൻ പോണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.